തെങ്ങിൽ കയറുന്നത് പുരുഷന്മാരുടെ മാത്രം കുത്തകയാണെന്ന് കരുതിയിരുന്ന കാലത്തോട് അതല്ല, അധ്വാനത്തിന് ലിംഗഭേദമില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് അരവഞ്ചാലിലെ KP ഗീത. ഈ വനിതാ ദിനത്തിൽ നമുക്ക് ഗീതേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. ആദ്യം തന്നെ ചെറുപുഴ വാർത്തയുടെയും നമ്മുടെ പ്രേക്ഷകരുടെയും ഒരു നല്ല വനിതാ ദിനം ആശംസിക്കുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ പരമ്പരാഗതമായി പണ്ട് തൊട്ടേ പുരുഷന്മാരായിരുന്നു ഈ മേഖലയിൽ കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് തൊഴിലായി തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? നമുക്ക് ഈ കൃഷിഭവന്റെ കീഴിലുള്ളൊരു ട്രെയിനിങ് കിട്ടിയായിരുന്നു. കാർഷിക കർമ്മസേനയിൽ ഒരു 10 അംഗങ്ങൾക്കായൊരു കളിപ്പറമ്പ് കരിമ്പത്ത് വെച്ചിട്ട് ട്രെയിനിങ് കിട്ടി. അതിന് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം ജോലി ചെയ്യുന്ന 3 സ്ത്രീകളാണ്. അങ്ങനെ ചെയ്യുന്നില്ല ഒരുപാട്. അപ്പം ഈ ഒരു തെങ്ങ് കയറ്റത്തിലേക്ക് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ധൈര്യം? ആദ്യം പേടിയായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. കുറച്ച് ഉയരത്തിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടിയാണ് നമ്മുടെ കൂടെ പരിശീലനം കിട്ടിയത് തന്നെ. അപ്പോൾ അവർ നമ്മളെ കൂടെ ധൈര്യം തന്നു. അവരെ നമ്മുടെ കൂടെ കുറെ തെങ്ങ് കയറുമ്പെല്ലാം പിന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു സമ്മതം? ആയിരിക്കും ഇഷ്ടമല്ലായിരുന്നു, പേടിച്ചിട്ടാണ്. എല്ലാവർക്കും പേടിയായിരുന്നു. കുടുംബപരമായി അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു മുന്നേ ഇതുപോലെ? ആരും ഉണ്ടായിരുന്നില്ല, ആദ്യമായിട്ടായിരുന്നു അതിനകത്ത്. ഇപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. അതെ, ഇത്രയും എനിക്കൊരു കുടുംബം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നല്ല വൃത്തിയിൽ തന്നെ. ഒരു കൊന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്ക് 10-60 തെങ്ങ് നമ്മൾ കയറും. പിന്നെ തിരക്കായതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകും. 98 തെങ്ങ് വരെ ഞാൻ കയറിയിട്ടുണ്ട്. ഇപ്പം ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് ആരോഗ്യം വേണ്ട ഒരു മേഖലയാണല്ലോ. എങ്ങനെയാണ് അതെങ്ങനെ? അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഇപ്പൊ ചൂടൊക്കെ കൂടുതലാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഉച്ചവരെടുക്കും. എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്നുള്ള പ്രതികരണം? ആളുകളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഈ മേഖലയിലേക്ക് കടന്നു വന്നതിന് ശേഷം അതായത് സംസ്ഥാനത്തിന്റെ തൊഴിൽ ശ്രേഷ്ഠ അവാർഡ് ലഭിച്ചല്ലേ തൊഴിൽ വകുപ്പിന്റെ. അപ്പൊ അത് ആ ഒരു നേട്ടം കൈവരിച്ചത് എങ്ങനെയായിരുന്നു? അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലേബർ ഓഫീസിലെല്ലാം എനിക്ക് നല്ലൊരു ഇത് കിട്ടിയായിരുന്നു, സപ്പോർട്ട് കിട്ടിയായിരുന്നു. ഇങ്ങനെ ചെയ്യണം എന്നില്ല. ആ ഒരു ആദ്യമായിട്ടായിരുന്നു ഞാനൊരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. അപ്പോൾ അവരെല്ലാം എനിക്ക് ഒരു ധൈര്യം തന്നു. അങ്ങനെ 3-4 സ്ഥലത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് വിജയിയെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പം ഒരുപാട് സ്ത്രീകൾ ഈ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇത് വന്നാലും ഇതിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പോയതാണ്. പഞ്ചായത്തിൽ വേറെയുള്ള പഞ്ചായത്തിലെല്ലാം കൊടുക്കാൻ പോയിട്ടുണ്ട്. അവരൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങൾ കുറവാണ്, പേടിയാണ് എല്ലാവർക്കും. ഇങ്ങനെ പോയി കയറുമ്പോൾ ഒരു പേടി എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇത് വേണ്ട, നല്ലൊരു തൊഴിലാണ്. എനിക്കും തന്നെ ഭയങ്കര അഭിമാനമാണ് ഇതിനോട്. ഇപ്പം ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ടല്ലേ? ഇപ്പൊ കൂടുതലായിട്ട് ഇതിലേക്ക് ആളുകൾ വരണം തന്നെയാണ്. വരുത്തും. ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ചെയ്തു കൊടുക്കും ട്രെയിനിങ്. ഇപ്പം ഈ ഒരു മേഖലയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കടന്തലിൻ്റെ ഒക്കെ കിട്ടാറുണ്ട്. കുറേ കിട്ടിയിട്ടുണ്ട് അങ്ങനെ. പിന്നെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ മുകളിൽ മെഷീൻ്റെ കേബിൾ ഇളകിപ്പോയായിരുന്നു. ഒരു മെഷീൻ്റെ ഇടതുകാലിൻ്റെ മെഷീൻ്റെ കേബിൾ ഇളകിപ്പോയി. അരമണിക്കൂർ സമയം ഞാൻ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ ആ ധൈര്യം വെച്ചാണ് അത് ശരിയാക്കാൻ പറ്റിയത്. അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ ഒരു ഒറ്റക്കാലിൽ നിന്നിട്ട് തന്നെ മറ്റേ കേബിൾ ഞാൻ എടുത്തിട്ട് ഇറങ്ങി വന്നു. അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങുകളാണല്ലേ എല്ലാവർക്കും ലഭിക്കേണ്ടത്. അരവഞ്ചാല് പരിസരങ്ങളിൽ മാത്രമാണോ ഇപ്പം തെങ്ങ് കയറുന്നത്? അല്ല, ഞാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊക്കെ തേങ്ങ പറിക്കാൻ പോകുന്നതാണ്. അതെ. അപ്പൊ എങ്ങനെയാണ് വണ്ടി എനിക്ക് സ്വന്തമായിട്ട് വാങ്ങുന്നത്? യാത്ര കൂലി വാങ്ങിച്ചിട്ടാണോ? ഇല്ല, ഞാൻ യാത്രാ കൂലിയൊന്നും വാങ്ങില്ല. ഞാൻ തൊഴിൽ ചെയ്ത ആ പൈസ മാത്രമേ ഞാൻ വാങ്ങൂ. അവർ ചോദിക്കലുണ്ട്, തരാൻ ഞാൻ വാങ്ങില്ല. കണക്കായ പൈസ വാങ്ങും. ഒരു അംഗമാണ് പെരിങ്ങോം ബേക്കര പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഇതിലാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. നമുക്ക് 10 ആൾ. അപ്പോൾ ഇനി 2 പേര് ഷോപ്പിൽ നിൽക്കുന്നുണ്ട്, നഴ്സറിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ട് കാലിക്കറ്റ് ഷോപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ മാറി നമുക്ക് പിന്നെ 2 ആൾ ഇപ്പോൾ സ്ഥിരം തേങ്ങ പറിക്കാൻ പോകുന്നുണ്ട്. തേങ്ങ പറിക്കാൻ
അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു മുന്നേ ട്രെയിനിങ്ങിന് അല്ല ചേച്ചി കൊടുക്കാൻ പോയിട്ടുണ്ടെന്ന് അതോ സ്വന്തം? അത് അല്ല, കൃഷിഭവന്റെ കീഴിൽ വേറെ പഞ്ചായത്തിൽ നിന്ന് അവർ നേരിട്ട് വിളിച്ചിട്ട് ഞാൻ പോകുന്നതാണ്. എന്തായിരുന്നു ഇനി എന്താ അടുത്ത പ്ലാൻ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ? ഞാനെന്ന് വെച്ചാൽ എനിക്ക് കുറെ നമ്മളെ പോലത്തെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ട്രെയിനിങ് കൊടുത്തിട്ട് ഈ മേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം എന്നൊരു ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കും. ഇനിയും ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് നൽകാനും അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ഗീതേച്ചിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.